ഏറെ ഞെട്ടിക്കുന്ന ഒരു മരണ വാർത്തയായിരുന്നു ഇന്നലെ ആലപ്പുഴയിൽ നിന്നും പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും വളരെ ഗൗരവപൂർവ്വം എടുക്കേണ്ട ഒരു വാർത്ത കൂടിയാണിത്. ഒരു സെക്കൻഡ് കൊണ്ടാണ് യുവാവിനെ നിന്ന നിലപ്പിൽ വീതി തട്ടിയെടുത്തത്. ആലപ്പുഴ കുടിക്കുന്ന് ശ്രീനിവാസന്റെ മകനായ അഖിൽ ശ്രീനിവാസനാണ് ഇന്നലെ ദാരുണമായി മരണപ്പെട്ടത്. ഒരു കുടുംബത്തിന്റെ ആശ്രയമായ യുവാവിനെയാണ് മരണം തട്ടിയെടുത്തത് എന്നുള്ളത് വളരെ വേദനാജനകമാണ്. വെൽഡിംഗ് തൊഴിലാളിയായ അഖിൽ കൊയ്ത്തു കഴിഞ്ഞ പാടത്ത് പുത്തൻപറമ്പിനകത്ത് കൂട്ടുകാർക്കൊപ്പം ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കളിക്കിടയിലാണ് അഖിലിന്റെ മൊബൈലിലേക്ക് ഒരു കോൾ വരുന്നത്. ഈ സമയത്ത് ശക്തമായ ഇടിയും മിന്നലും ഉണ്ടായിരുന്നു. ഇതിനിടയിൽ അഖിലിന് മിന്നലേൽക്കുകയായിരുന്നു. മിന്നലേറ്റതോടെ അഖിലിന്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണും പൊട്ടിത്തെറിച്ചു. തലയുടെയും നെഞ്ചിന്റെയും ഭാഗത്ത് പൊള്ളലേറ്റു. ഉടനെ ഇടത്തൊയിൽ ആശുപത്രിയിലെത്തിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകുകയും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അഖിലിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തിന് മിന്നലേറ്റിട്ടുണ്ട്. എന്നാൽ അത്ര ഗുരുതരമല്ല. ഇടിമിന്നലിനെ ലാഘവത്തോടെ കാണുന്നത് വൻ അപകടം വരുത്തുന്നതാണ്. ഇടിമിന്നലിന്റെ ലക്ഷണം കണ്ടാൽ ആദ്യം സുരക്ഷിതമായ കെട്ടിടത്തിലേക്ക് മാറുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. തുറസായ സ്ഥലങ്ങളിൽ നിൽക്കുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യതയെ വർദ്ധിപ്പിക്കും. ഉയർന്ന പ്രദേശങ്ങളിൽ നിൽക്കുന്നവർക്കും ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഇടിമിന്നലുണ്ടാകുമ്പോൾ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കുന്നതും അപകടമാണ്. ഇവിടെ പലരും മൊബൈൽ ഫോൺ വഴിയാണ് മിന്നലേറ്റത് എന്നുള്ള വാർത്ത പറഞ്ഞിരുന്നു. എന്നാൽ അത് തികച്ചും തെറ്റാണ് എന്ന് തന്നെയാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. മൊബൈൽ ഫോൺ ഇടിമിന്നലിനെ ആകർഷിക്കും എന്നുള്ളതാണ് പലരുടെയും വിശ്വാസം. മൊബൈൽ ഫോണിന്റെ സിഗ്നൽ എത്തുന്നത് തരംഗ രൂപത്തിലായതുകൊണ്ട് തന്നെയാണ് പലരും അങ്ങനെ വിശ്വസിക്കാൻ കാരണം. എന്നാൽ മൊബൈൽ ഫോണിലെ സിഗ്നലുകൾക്കായി ഉപയോഗിക്കുന്നത് വൈദ്യുത കാന്തിക തരംഗങ്ങളിലൊന്നായ റേഡിയോ തരംഗങ്ങളെയാണ്. മൊബൈൽ ഫോണിലൂടെ ഒരിക്കലും വൈദ്യുതി കടന്നു പോവുകയില്ല. അതായത് മിന്നൽ ഒരിക്കലും ഈ റേഡിയോ തരംഗങ്ങൾ വഴി മൊബൈലിൽ എത്തുകയില്ല എന്നുള്ളത് സാരം. അതുകൊണ്ട് തന്നെ തുറസായ സ്ഥലത്ത് നിന്നതുകൊണ്ടാണ് ഇടിമിന്നൽ ഏറ്റത് എന്നുള്ളത് തന്നെ സാരം. അത് ഫോണിൽ സംസാരിക്കുന്നതിനിടയിലായി എന്നുള്ളത് മാത്രം. മിന്നലിന്റെ ആഘാതത്തിൽ പൊള്ളലേൽക്കുകയോ കാഴ്ചയോ ചെവിയോ ഹൃദയാഘാതം വരെ സംഭവിക്കാനിടയുണ്ട്. മിന്നലേറ്റയാളുടെ ശരീരത്തിൽ പിന്നെ വൈദ്യുത പ്രവാഹം ഉണ്ടാവുകയില്ല എന്നുള്ളത് മനസ്സിലാക്കണം. മിന്നലേറ്റയാളിന് പ്രഥമ ശുശ്രൂഷ നൽകാൻ മടിക്കരുത്. മിന്നലേറ്റ് കഴിഞ്ഞാൽ ആദ്യം സുരക്ഷിതമായ സുവർണ നിമിഷങ്ങളാണ്. മിന്നലേറ്റയാളിനെ എത്രയും പെട്ടെന്ന് വൈദ്യ പരിശോധനയ്ക്ക് എത്തിക്കണമെന്നും ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക.